ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിവിൽ എഡ്യൂടെക് ഫ്രണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസൈൻ ഓഫ് റീൻഫോഴ്സ്ഡ് ബീമിൻ്റെ തന്നെ ലോഡ് കാൽക്കുലേഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതുവരെ ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കാൽക്കുലേഷൻ ഓഫ് എഫക്റ്റീവ് സ്പാൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കോഡ് IS 456-2000 ആണ്. അതിലെ ക്ലോസ് നമ്പർ 22.2A എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. അതായത് ദ എഫക്റ്റീവ് സ്പാൻ ഓഫ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഈസ് ലെസ്സർ ഓഫ് ദി ഫോളോയിങ് ടു. അതായത് ഞാൻ ഈ താഴെ പറയാൻ പോകുന്ന രണ്ട് കണ്ടീഷൻസിൽ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം, അതായത് ഏറ്റവും കുറഞ്ഞ വാല്യൂ ഉള്ള ഒരെണ്ണം നമ്മൾ ചൂസ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ കണ്ടീഷനാണ് ക്ലിയർ സ്പാൻ പ്ലസ് എഫക്റ്റീവ് ഡെപ്ത് ഓഫ് ബീം ഓർ സ്ലാബ്. രണ്ടാമത്തെ കണ്ടീഷനാണ് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സപ്പോർട്ട്. കൂടാതെ ക്ലിയർ സ്പാൻ നമുക്ക് 6 മീറ്റർ ആണെന്നറിയാം. അപ്പം നമ്മുടെ എഫക്റ്റീവ് ഡെപ്ത് D = നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയാൽ എഫക്റ്റീവ് ഡെപ്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഞാൻ ഇക്വേഷൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. D = 450 - 25 - 8 - 0.5 × 20. അപ്പോൾ നമുക്ക് 407 mm എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ക്ലിയർ സ്പാൻ പ്ലസ് എഫക്റ്റീവ് ഡെപ്ത് ഓഫ് ബീം എന്ന് പറഞ്ഞാൽ 6 + 0.407 മീറ്റർ, അതായത് 6.407 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 6+, അതായത് നമ്മുടെ ക്ലിയർ സ്പാൻ അതാണ് 6 + 0.25 നമ്മുടെ സെക്ഷൻ്റെ ബ്രെഡ്ത്ത് ഡിവൈഡഡ് ബൈ 2. അതുപോലെ തന്നെ പ്ലസ് 0.25 നമ്മുടെ സെക്ഷൻ്റെ ബ്രെഡ്ത്ത് ഡിവൈഡഡ് ബൈ 2. അങ്ങനെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 6.25. ഒന്നുകൂടെ പറയാം, സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലിയർ സ്പാൻ പ്ലസ് സെക്ഷൻ്റെ ബ്രെഡ്ത്ത് ഡിവൈഡഡ് ബൈ 2 പ്ലസ് സെക്ഷൻ്റെ ബ്രെഡ്ത്ത് ഡിവൈഡ് ബൈ 2. അത് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് 6.407-ലും 6.25-ഉം തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും സ്മോളർ വാല്യൂ വേണം എടുക്കാൻ. അപ്പോൾ ലെസ്സർ ആയിട്ടുള്ള വാല്യൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് 6.25 ആണ്. അപ്പം നമുക്ക് കൺഫേം ചെയ്യാം എഫക്റ്റീവ് സ്പാൻ എന്ന് പറഞ്ഞാൽ 6.25 മീറ്റർ ആണ്. അപ്പോൾ ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. അതാണ് കാൽക്കുലേഷൻ ഓഫ് ബെൻഡിങ് മൊമെൻറ്റ് ആൻഡ് ഷിയർ ഫോഴ്സ്. ബെൻഡിങ് മൊമെൻറ്റ് കാണാൻ വേണ്ടി നമ്മൾ മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് ആണ് ഇപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിൻ്റെ കോമൺ ആയിട്ടുള്ള ഇക്വേഷൻ നമ്മൾ സ്ട്രക്ചറൽ അനാലിസിസ് 1-ലൊക്കെ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മെക്കാനിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഇക്വേഷൻ WL²/8 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസൈൻ ലോഡാണ് എടുക്കുന്നത്. അപ്പോൾ W അല്ല WU ആണ് എടുക്കുന്നത്. അത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഡിസൈൻ ലോഡ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം WUL²/8 എന്നുള്ള ഇക്വേഷനിലേക്ക് നമ്മുടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് WUവിൻ്റെ വാല്യൂ കിട്ടിയത് 18.92 ആണ്. പിന്നെ L², അതായത് നമുക്ക് കിട്ടിയ എഫക്റ്റീവ് സ്പാൻ നമ്മുടെ കഴിഞ്ഞ സ്റ്റെപ്പിൽ കിട്ടിയത് 6.25 ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുക്കുക, ഹോൾ ഡിവൈഡ് ബൈ 8. അപ്പോൾ നമുക്ക് 92.376 kN മീറ്റർ നമുക്ക് കിട്ടും. ഇനി അടുത്ത നമ്മൾ മാക്സിമം ഷിയർ ഫോഴ്സ് ആണ്. അപ്പോൾ മാക്സിമം ഷിയർ ഫോഴ്സിൻ്റെ ഇക്വേഷൻ മെക്കാനിക്സിൽ നമ്മൾ പഠിച്ചതുപോലെ തന്നെ WL/2 ആണ്. ഇവിടെ നമ്മൾ ഡിസൈൻ ലോഡ് എടുക്കുന്നതുകൊണ്ട് WUL/2 ആണ്. അപ്പോൾ നമുക്ക് ഡിസൈൻ ലോഡ് 18.92 അല്ലെങ്കിൽ 18.9187 കിട്ടി. അത് ഇൻറ്റു L എന്ന് പറഞ്ഞാൽ 6.25 ദ ഹോൾ ഡിവൈഡ് ബൈ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 59.12 kN എന്ന് നമുക്ക് മാക്സിമം ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് എഫക്റ്റീവ് ഡെപ്ത് D ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന കോൺക്രീറ്റിൻ്റെ ഗ്രേഡ് M20 ഗ്രേഡാണ്. FE 415 ഗ്രേഡ് സ്റ്റീലാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് IS 456-2000 നിന്നും തന്നെ നമുക്ക് MU, അതായത് അൾട്ടിമേറ്റ് മൊമെൻറ്റിൻ്റെ വാല്യൂ കിട്ടും, അല്ലെങ്കിൽ ഇക്വേഷൻ കിട്ടും. അപ്പോൾ MU = 0.138 FCK BD² ആണ്. അപ്പോൾ നമുക്കിതിൽ നിന്ന് ഡിയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഞാൻ എന്ത് ചെയ്യണം, ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. അതിനായിട്ട് MU / 0.138 FCK B = D² എന്നുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടും. ഇതിൽ നിന്ന് നമ്മൾ D കാണാൻ വേണ്ടി എന്ത് ചെയ്യണം, √MU / 0.138 FCK B എന്നുള്ള ഇക്വേഷൻ ആക്കി നമുക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് MUവിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത് 92.376 ആണ്. × 10⁶ കൂടെ ചെയ്തു ന്യൂട്ടണിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്, അതായത് കിലോ ന്യൂട്ടനെ ന്യൂട്ടണിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. ഇനി ഡിവൈഡഡ് ബൈ FCK, അതായത് 20 ആണ്, 20 ഗ്രേഡ് ഓഫ് സ്റ്റീലാണ്. പിന്നെ 0.138 നമ്മുടെ ഇക്വേഷനിലുണ്ട്, അത് ഇൻറ്റു ഇനി B എന്ന് പറഞ്ഞാൽ നമ്മൾ അസ്യൂം ചെയ്ത ബ്രെഡ്ത്ത് 250 ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡിയുടെ വാല്യൂ 365.89 കിട്ടും. നമ്മൾ അസ്യൂം ചെയ്ത ഡെപ്തിൻ്റെ വാല്യൂ 407 ആയിരുന്നു. അവൈലബിൾ ഡെപ്ത് 407 എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കിട്ടിയ റിക്വയർഡ് ഡെപ്തിനേക്കാളും
കൂടുതലാണ്. അപ്പം നമുക്ക് സെക്ഷൻ അണ്ടർ റീഇൻഫോഴ്സ്ഡ് ആണെന്ന് പറയാം. ഇനി ഇതിനേക്കാളും കുറവാണെങ്കിൽ നമുക്ക് ഓവർ റീഇൻഫോഴ്സ്ഡ് ആണെന്ന് പറയാൻ പറ്റുമായിരുന്നു. ഇതിപ്പോൾ അണ്ടർ റീഇൻഫോഴ്സ്ഡ് ആണ്. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് കാൽക്കുലേഷൻ ഓഫ് സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ IS കോഡിൽ നിന്നുള്ള ASTയുടെ ഈ കാണിച്ചിരിക്കുന്ന ഇക്വേഷൻ യൂസ് ചെയ്യണം. ഇതിൽ നമുക്ക് MUൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. FI 415 ആണെന്നറിയാം, FCK 20 ആണെന്നറിയാം, ബിയുടെയും വാല്യൂ നമുക്കറിയാം. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഇക്വേഷനാണ് റൈറ്റ് സൈഡിൽ ഈക്വൽ ടു ഇട്ടെഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ASTയുടെ വാല്യൂ 740.88 mm² കിട്ടും. ഇത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് പെർസെൻറ്റേജ് ഓഫ് എൻഫോഴ്സ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ പെർസെൻറ്റേജ് AST ആണ്. അപ്പോൾ 100 ഇൻറ്റു നമുക്കിപ്പോൾ കിട്ടിയ ASTയുടെ വാല്യൂ ഡിവൈഡഡ് ബൈ നമ്മുടെ സെക്ഷൻ്റെ ഏരിയ, അതായത് 250/407. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 0.728% കിട്ടും. അത് നമുക്ക് ആദ്യം കിട്ടിയ PT ലിമിറ്റിനേക്കാളും കുറവാണ്. അപ്പോൾ ഇത് സേഫ് ആണെന്നാണ് അർത്ഥം. നമ്മുടെ പെർസെൻറ്റേജ് PT എപ്പോഴും ലെസ് ദാൻ PT ലിമിറ്റ് ആയിരിക്കണം. ഇത് നമുക്ക് 20 mm ഡയാ ബാർസ് ഉപയോഗിക്കാം. അപ്പോൾ ഈ 20 mm ഡയാ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് ബാർസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എത്ര നമ്പർ ഓഫ് ബാർസ് വേണമെന്നായിരിക്കും നമ്മുടെ നെക്സ്റ്റ് ഡൗട്ട്. അപ്പം നമ്പർ ഓഫ് ബാർസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ടോട്ടൽ AST, അതായത് മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് 740.88. അത് ഡിവൈഡ് ബൈ π/4 × d². ഇവിടെ നമ്മൾ ഡയമീറ്റർ എടുത്തിരിക്കുന്നത് 20 mm ആണ്. അപ്പോൾ π/4 × 20, ദാറ്റ് ഈസ് ഇക്വൽ ടു 2.35. ഞാൻ അപ്രോക്സിമേറ്റ് ചെയ്തു, 3 എടുത്തു. അപ്പോൾ നമുക്ക് എഴുതാൻ സാധിക്കും പ്രൊവൈഡ് 3 നമ്പേഴ്സ് ഓഫ് 20 mm ഡയാ ബാർസ് എന്ന് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ 20 mm ഡയമീറ്റർ ബാർസ് എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് എത്ര എടുക്കേണ്ടത്? 20 mm 3 നമ്പേഴ്സ് ഓഫ് ബാർസ് ആണ് നമ്മൾ സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട് എടുക്കേണ്ടത്. ഇനി നമ്മൾ ഷിയർ റീഇൻഫോഴ്സ്മെൻ്റ് ആണ് അടുത്തത് കാണേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ പെർസെൻറ്റേജ് PT അറ്റ് സപ്പോർട്ട് ഈസ് ഇക്വൽ ടു, അത് പെർസെൻറ്റേജ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് അറ്റ് സപ്പോർട്ട് ഈക്വൽ ടു 100 ഇൻറ്റു എത്ര നമ്പേഴ്സ് ആണോ അതേ ഇൻറ്റു π/4 × d². ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന നമ്പേഴ്സ് 3 നമ്പേഴ്സ് ഓഫ് 20 mm ഡയാ ബാർസ് അല്ലേ. അപ്പോൾ 100 ഇൻറ്റു 3 ഇൻറ്റു π/4 × 20 എന്ന് പറയുന്നത് ഡയാ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ നമ്മുടെ ഏരിയ ഓഫ് സെക്ഷൻ, അതായത് 250 × 407. അപ്പോൾ നമുക്ക് 0.926% കിട്ടും. ഇനി IS കോഡിൽ, അതായത് IS 456/2000 ടേബിൾ 19 എടുക്കുകയാണെങ്കിൽ നമുക്ക് ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും. അതിൽ നിന്ന് നമുക്ക് പെർസെൻറ്റേജ് PT, അതായത് 0.926 ഉപയോഗിച്ച് നമുക്ക് TOCയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ഈ കിട്ടിയ പെർസെൻറ്റേജ് PTയും പിന്നെ നമുക്ക് M20 ഗ്രേഡ് കോൺക്രീറ്റ് ആണെന്നറിയാം, അപ്പോൾ FCK 20 ആണെന്നറിയാം. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് ഉപയോഗിച്ച് നമുക്ക് ആ ടേബിളിൽ നിന്നും TOC = 0.61 Nm/mm² ആണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി TOV ഈസ് ലെസ് ദാൻ TOC ആണെന്ന്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഷിയർ റീഇൻഫോഴ്സ്മെൻ്റ് ഒന്നും വേണ്ട. എന്നാൽ TOC ആണ് ലെസ് ദാൻ എങ്കിൽ നമ്മൾക്ക് പ്രത്യേകം ഷിയർ ഡിസൈൻ ഒക്കെ കൊടുക്കേണ്ടി വരും, ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് കൂടുതൽ വേണ്ടി വരും. ഇത് നമ്മൾ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലോസ് നമ്പർ 26.5.1.6 നോക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ക്ലോസ് ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ASV/BSV ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.4/0.87 FI എന്നുള്ള ഇക്വേഷൻ കിട്ടും. ഇതിൽ നിന്ന് നമ്മൾ SVയുടെ വാല്യൂ, അതായത് SVയുടെ ഇക്വേഷനിലേക്ക് മാറ്റുകയാണെങ്കിൽ SV = 2.175 ASV FI/V എന്ന് നമുക്ക് കിട്ടും. ഈ ഇക്വേഷൻ ഒന്ന് അറേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയതാണ് SVയുടെ വാല്യൂ. ഇനി നമ്മൾ ഈ 26.5.1.5 ക്ലോസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാക്സിമം സ്പേസിംഗ് ഫോർ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 0.75 D or 300 mm. അപ്പോൾ ആ ക്ലോസിൽ പറയുന്നത് എന്താണ്? നമ്മൾ മാക്സിമം സ്പേസിങ് നമ്മുടെ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റിന് കൊടുക്കേണ്ടത് 0.75 DO അല്ലെങ്കിൽ 300 mm ആയിരിക്കണം. നമുക്ക് ഈ കാൽക്കുലേഷൻ ചെയ്തപ്പോൾ മനസ്സിലായി 2 നമ്പേഴ്സ് ഓഫ് 8 mm ഡയമീറ്റർ ബാറാണ് നമ്മൾ സ്റ്റിറപ്പായിട്ട് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഷിയർ റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് 300 mm സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണെന്ന് നമുക്ക് ഈ പ്രോബ്ലത്തിൽ നിന്ന് മനസ്സിലായി. അതായത് 0.75 Dയിൽ നമ്മൾ 8 Dയുടെ സ്ഥാനത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടും. ആ കിട്ടിയ വാല്യൂ 300-നേക്കാളും കൂടിയ വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കുറഞ്ഞ വാല്യൂ 300 ആണ്. അപ്പോൾ നമ്മൾ 300 mm സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എന്ന് എടുത്തു. നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഡെവലപ്മെൻറ്റ് ലെങ്ത് ആണ്. അപ്പോൾ ഡെവലപ്മെൻറ്റ് ലെങ്തിനെ കുറിച്ചുള്ളത് ക്ലോസ് നമ്പർ 26.2.1 അപ്പം ഡെവലപ്മെൻറ്റ് ലെങ്തിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന LD ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ LD = 5 σS/4 TOW BD എന്നാണ്. അപ്പോൾ TOW BDയുടെ വാല്യൂ നമ്മുടെ M20 ഗ്രേഡ് കോൺക്രീറ്റിന് 1.2 Nm/mm² ആണ്. ഇത് നമുക്ക് കിട്ടുന്നത് IS കോഡിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ഈ വാല്യൂ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ LD =
5, അതായത് നമ്മൾ എത്ര ഡയമീറ്റർ ബാറാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ മെയിൻ റീൻഫോഴ്സ്മെൻറ്റിന് 20 mm ഡയമീറ്റർ ബാറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മളിങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി സിഗ്മ എസ് നമുക്ക് 0.87 × 415, അതായത് 0.87 FY എന്നുള്ള ഇക്വേഷനാണ് സിഗ്മ എസിന് ഉള്ളത്. അത് നമ്മുടെ കോഡിൽ കിടപ്പുണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് പഠിച്ചാൽ മതി. അപ്പോൾ സിഗ്മ എസിൻ്റെ ഇക്വേഷൻ 0.87 FY ആണ്. അപ്പോൾ FYയുടെ സ്ഥാനത്ത് ഞാൻ 415 സ്റ്റീലാണ് യൂസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡിവൈഡഡ് ബൈ 4 ടോ ബി ഡി. ടോ ബി ഡിയുടെ വാല്യൂ കോഡിൽ നിന്നും കിട്ടിയെന്ന് ഞാൻ പറഞ്ഞല്ലോ, 1.2 Nm² ആണ്. പിന്നെ 1.6ൻ്റെ വാല്യൂ കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് LD, അതായത് ഡെവലപ്മെൻറ്റ് ലെങ്ത് 940.23 mm എന്ന് കിട്ടി. ഇനി നൗ ആസ് പെർ ക്ലോസ് നമ്പർ 26.2.3.3 C ഓഫ് IS കോഡ് 456/2000 സിംപ്ലി സപ്പോർട്ടിലും പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷനിലും, അതായത് ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റിലും പിന്നെ സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലും പോസിറ്റീവ് ടെൻഷൻ റീൻഫോഴ്സ്മെൻറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഡയമീറ്ററിൻ്റെ വാല്യൂ ആയിട്ട് ലിമിറ്റ് ചെയ്തേ കൊടുക്കാവുള്ളൂ. അപ്പോൾ നമുക്ക് LD കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ M1/V + L0 എന്നായിട്ട് ചുരുങ്ങും. അപ്പോൾ നമ്മുടെ കോഡിലുള്ള കുറച്ച് ക്ലോസിലുള്ള കാര്യം തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ M1/V എന്നുള്ളതിൻ്റെ വാല്യൂ ഞാനൊരു 30% കൂട്ടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ M1/V + L0 എന്ന് പറഞ്ഞുള്ള ഇക്വേഷൻ, LDയുടെ ഇക്വേഷൻ ഇങ്ങനെ ചേഞ്ച് ആവും. ദാറ്റ് ഈസ് LD ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 - 3 M1/V + L0 എന്നാവും. ഇത് നമ്മുടെ കോഡിലുള്ള ഇക്വേഷനാണ്. അപ്പം നമുക്ക് 3 ബാർസ് സപ്പോർട്ട്സിൽ അവൈലബിൾ ആണെന്ന് കിട്ടും. അതായത് നമ്മുടെ M1ൻ്റെയും Vയുടെയും L0ൻ്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 3 ബാർസ് അവൈലബിൾ ആണെന്ന് കിട്ടും. ഇനി നമ്മൾ XU ആണ് കാണേണ്ടത്. XU എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ 0.87 FY AST / 0.36 FCKB എന്നാണ്. അപ്പം FYയുടെ വാല്യൂ നമുക്കറിയാം. ഏരിയ ഓഫ് സ്റ്റീൽ റീൻഫോഴ്സ്മെൻറ്റ് നമുക്കറിയാം, 3 നമ്പേഴ്സ് ഓഫ് അതിൻ്റെ ഏരിയ 314.15 ആണ്. 0.36 FCKയുടെ വാല്യൂ നമുക്ക് 20 ആണെന്നറിയാം. ഇൻറ്റു B എന്ന് പറഞ്ഞാൽ 250 mm ആണ്. അപ്പോൾ നമുക്ക് XUൻ്റെ വാല്യൂ 189 mm എന്ന് കിട്ടും. ഇനി നമുക്ക് കാണേണ്ടത് M1 ആണ്. M1 = 0.87 FY AST D - 0.416 XU. ഇനി ഈ ഇക്വേഷൻസ് ഒന്നും കണ്ട് പേടിക്കേണ്ട, അതെല്ലാം നമ്മുടെ IS കോഡിൽ, അതായത് IS 456/2000 ഉള്ളതാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ആ കോഡും കൂടി ഒന്ന് അടുത്ത് വെച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഡിസൈൻ വളരെ എളുപ്പമാണ്. അപ്പോൾ M1 = 0.87 FYയുടെ സ്ഥാനത്ത് ഞാൻ 415 കൊടുത്തു. AST എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു, അതായത് 3 നമ്പേഴ്സാണ് നമ്മൾ മെയിൻ റീൻഫോഴ്സ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 3 ഇൻറ്റു, അതായത് ഞാൻ ഈ മെയിൻ റീൻഫോഴ്സ്മെൻറ്റ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് കംപ്രഷൻ സൈഡിലാണ് കേട്ടോ. അപ്പോൾ 3 ഇൻറ്റു 314.15, പിന്നെ D എന്ന് പറഞ്ഞാൽ 407 ആണല്ലോ നമ്മുടെ എഫക്റ്റീവ് ഡെപ്ത്, അത് മൈനസ് 0.416. XUൻ്റെ വാല്യൂ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, 189 mm. ഈ XU എന്ന് പറഞ്ഞാൽ നമ്മുടെ ന്യൂട്രൽ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്. പിന്നെ V എന്ന് പറയുന്ന നമ്മുടെ ലോഡ് അല്ലെങ്കിൽ ഷിയർ 59.12 kN ആണ്. ഇനി L0 എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പോൾ L0 എന്ന് പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് ഓഫ് ദി എഫക്റ്റീവ് ഡെപ്ത് ഓഫ് മെമ്പർ ആണ്, അല്ലെങ്കിൽ 12 എന്ന് പറയാം. അപ്പോൾ നമ്മൾക്ക് ഗ്രേറ്റസ്റ്റ് എഫക്റ്റീവ് ഡെപ്ത് കിട്ടിയത് 407 ആണ്. നേരത്തെ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചത് കൊണ്ട് നമ്മളിവിടെ കൂടുതൽ സ്റ്റെപ്പൊന്നും ചെയ്യണ്ട. ഇനി അടുത്ത നമ്മളുടെ കോഡിൽ നിന്ന് നമുക്ക് യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ 1.3 M1/V + L0. അതായത് ഞാൻ നേരത്തെ തന്നെ LDയുടെ ചെക്കിനകത്തുണ്ടല്ലോ, LD < = 1.3 M1/V + L0 എന്ന്. അപ്പോൾ ആ ഇക്വേഷനകത്ത് നിന്ന് 1.3 M1/V + L0 എടുത്തു. അപ്പോൾ ഞാൻ വാല്യൂസ് എല്ലാം, അതായത് M1ൻ്റെയും Vൻ്റെയും L0ൻ്റെയും ഒക്കെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് 2.863 മീറ്റർ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടിയ LD എന്ന് പറഞ്ഞാൽ <= ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച 2.863 ആണോ നോക്കുക. അപ്പോൾ ഇവിടെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട്. നമുക്ക് കിട്ടിയ LD എന്ന് പറഞ്ഞാൽ 940.23 mm ആണ്. പിന്നെ 1.3 M1/V + L0 എന്നുള്ളത് 2.863 മീറ്റർ എന്നാണ്, അതായത് 286 mm ആണ്. അപ്പം നമുക്ക് നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. ഇനി നമുക്ക് റീൻഫോഴ്സിങ് ഡീറ്റെയിലിംഗ് ഡയഗ്രാം നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഈ ഡയഗ്രാം ഒന്ന് നോക്കുകയാണെങ്കിൽ അതിൻ്റെ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡെപ്ത് 450 mm ആണ്, നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പോലെ. അപ്പോൾ 2 നമ്പേഴ്സ് ഓഫ് 10 mm ഫൈബേഴ്സ് ആണ് ഞാനവിടെ പൊക്കത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത്. താഴെ വേണ്ടത് 3 നമ്പേഴ്സ് ഓഫ് 20 mm ഫൈബേഴ്സ് ആണ്. അതാണ് മെയിൻ റീൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ 2 നമ്പേഴ്സ് ഓഫ് 8 mm ഫൈബേഴ്സ് അറ്റ് 300 mm സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്. അതായത് ഉദ്ദേശിക്കുന്നത് സ്റ്റിറപ്പിൻ്റെ കാര്യമാണ്. സ്റ്റിറപ്പ് ഞാനിവിടെ കുറേ എണ്ണം കൊടുത്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ 8 mm ഡയമീറ്ററുള്ള സ്റ്റിറപ്പിൻ്റെ ബാർസാണ്. അവർ വെച്ചിരിക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 300 mm ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ടോട്ടൽ നമ്മുടെ സ്പാൻ എന്ന് പറഞ്ഞാൽ, അതായത് വോൾ ടു വോൾ ഉള്ള സ്പാൻ എന്ന് പറഞ്ഞാൽ 6 മീറ്റർ ആണ്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ഈ ഇതുപയോഗിച്ച് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ ഒരു ബീമിൻ്റെ സെക്ഷൻ ഒന്ന് വരയ്ക്കുകയാണ്. അപ്പോൾ വരയ്ക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ 3 നമ്പർ ഓഫ് 20 mm മെയിൻ റീൻഫോഴ്സ്മെൻ്റ് ആണ് താഴെ കാണിച്ചിരിക്കുന്ന ആ 3 ബാർ. ഇനി പൊക്കത്തുള്ള 2 ആ കാണുന്ന ബാറുകളാണ് 2 numbers ഓഫ് 10 mm 5 bars. ഇനി നമ്മുടെ സ്റ്റിറപ്പിൻ്റെ ആണ് അവിടെ 2 numbers ഓഫ് 8 mm 5 bars അറ്റ് ദ ഡിസ്റ്റൻസ് ഓഫ് 300 mm ഡിസ്റ്റൻസിലാണ് അവരെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡീറ്റെയിലിംഗ് ഡയഗ്രാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.